ഈ ഓണക്കാലത്തെ പുടവകളുടെ ഒരു ശേഖരം കാണാനും അതെങ്ങനെയാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം വന്നപ്പം ഇവിടെ നമ്മുടെ അശോകൻ സാറിനെ കണ്ടു. അദ്ദേഹമാണ് ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി. അപ്പോൾ സാർ എത്ര നാളായി നമുക്കത് തുടങ്ങിയിട്ട്? 2000-ലാണ് തുടങ്ങിയത്. 2000-ൽ 23 വർഷമായിട്ട്. അതെ, സ്റ്റാർട്ട് മുതൽ ഞാൻ തന്നെയാണ് സെക്രട്ടറി. ഇത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. തുടക്കത്തിലൊരു 100 മെമ്പർമാരെ വെച്ചിട്ട്, നെയ്ത്തുകാരായ മെമ്പർമാരെ വെച്ചിട്ട് ആണ് രജിസ്റ്റർ ചെയ്തത്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള, അതായത് ഈ നമ്മുടെ ഈ പഞ്ചായത്ത് വെങ്ങാനൂർ പഞ്ചായത്താണ്. വെങ്ങാനൂർ പഞ്ചായത്തിനുള്ള നെയ്ത്തുകാരെ, ആ വില്ലേജിനകത്തുള്ള ഇത്രയും ആ നെയ്ത്തുകാരെ കണ്ടെത്തുകയും അവർക്ക് തൊഴിൽ കൊടുക്കുക, അവർക്ക് ഉപജീവന മാർഗം ഉണ്ടാവണമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഗവൺമെൻറ്റുകൾ ഇത് സംയുക്തമായിട്ട് നടപ്പിലാക്കിയത്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ നമുക്കിത്തിരി പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായെങ്കിൽ പോലും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളെല്ലാം സംഘത്തിൽ തന്നെ വിനിയോഗിക്കുകയും ഈ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഓഫീസ് ബിൽഡിങ്, അതുപോലെ സംഘത്തിന് 25 സെൻറ്റ് വസ്തുണ്ട് സ്വന്തമായിട്ട്. അപ്പം ഓഫീസ് ബിൽഡിങ്, ഗോഡൗണ്, അതുപോയിട്ട് കോമൺ വർക്ക്ഷെഡ്, അതിന് ഒരു 3900-4000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള, നിങ്ങൾ കണ്ടല്ല, അത്രയും അതിനകത്തുള്ള ഒരു 75-80-90 ലൂംസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് തുടക്കത്തിൽ കുറവായിരുന്നു, നമ്മൾ ക്രമേണ ഇത്രയും ഡെവലപ്പാക്കി എടുത്തതാണ്. ലൂമുകളെല്ലാം ഉണ്ടായെങ്കിൽ പോലും ഡെവലപ്പാക്കി എടുത്തതാണ്. അപ്പോൾ കൈത്തറിയുടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്കിവിടെ ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിങ്ങൾ കാണാത്ത ലൂമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ബാത്ത്മേറ്റ്, അത് കണ്ണൂരുള്ള ഒരു ഓർഡറാണ്. കണ്ണൂർ ഒരു നമ്മൾ ചെയ്ത് കൊടുക്കും. അതെ, മുൻകാലങ്ങളിൽ നിറയെ ചെയ്ത് കൊടുത്ത് അത് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അതിവിടെ മാർക്കറ്റ് കുറവാണെങ്കിൽ നമ്മൾ എക്സിബിഷനും ഇവിടെ വരുന്നവർക്ക് കാണിക്കുന്നതനുസരിച്ച് അവരെടുക്കുന്നുണ്ട്. സെയിൽ നടക്കുന്നുണ്ട്. സെയിലുണ്ട് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പലയിടത്തും ഇന്ന് ദുബായിനെ വിളിച്ച്, ഡൽഹിയിൽ 2 മേഡം വിളിച്ച് ദുബായ് അവർക്ക് ഓൺലൈൻ വഴി അയച്ചു കൊടുക്കാനും സാമ്പിൾ എല്ലായിടത്തും അയച്ചു കൊടുത്തവർക്ക് ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്ത് ആ അതനുസരിച്ച് ഓർഡർ തരും. അപ്പോൾ നമ്മൾ കാണണ്ട. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് അവർക്കൊരു ഐഡിയ ഉണ്ട്. നേരത്തെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും, പിന്നെ അതുപോലെ ഹിന്ദു പത്രത്തിൻ്റെ ഒരു ചീഫ് എഡിറ്റർ ഒരു മേഡം ഉണ്ട്, സരസ്വതി മേഡം എന്ന് പറയും. ആ സരസ്വതി മേഡത്തിൻ്റെ ഫാമിലിക്ക് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കെയർ ഓഫിലാണ് ഇത്രയും ആൾക്കാർ, ഇത്രയും ഉദ്യോഗസ്ഥരും പല ബന്ധങ്ങളും വന്നത്. അപ്പോൾ അവരെന്നെ നമ്മളെക്കുറിച്ച് നല്ല അറിവ് കൊടുക്കുകയും നല്ല പ്രോഡക്റ്റാണ്. കൈത്തറി കോട്ടനാണ്, പ്യുവർ കോട്ടനാണ്, കൈ കൊണ്ട് നെയ്യുന്നതാണ്. അവരോട് ഒന്നെല്ലാം വീഡിയോസ് എടുത്തായിരുന്നു. അവരെ പത്രത്തിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ നമുക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓണക്കാലത്ത് നമ്മൾ സെയിൽ കാര്യങ്ങൾ ഇപ്പോൾ ഓണത്തിന് നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പം എല്ലാ പ്രാവശ്യം ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ശരിക്കും സ്കൂൾ യൂണിഫോമാണ് നമ്മുടെ പ്രോഡക്റ്റ് പ്രധാനമായിട്ടായിരുന്നത്. ആയിരുന്നല്ല, ഗവൺമെൻറ് ഈ കൈത്തറി മേഖലയെല്ലാം നശിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ യൂണിഫോം സർക്കാർ ലൂമുകൾ പിന്നെ ലൂമുകൾ തരുകയും ഈ നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ പാവോടുന്ന റാ മെറ്റീരിയൽ നൂല്, അതുപോലെ അച്ഛൻ വിഴുത്, അവരൊക്കെ ഗവൺമെൻറ്റിന് സ്പോൺസർ ചെയ്യും, ഫ്രീ ആയിട്ട് തരണതാണ്. അപ്പോൾ ഗവൺമെൻറ് തരണത് ഇത് സ്കൂളുകൾ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിന് നെയ്യാൻ വേണ്ടി നെയ്ത്തുകാരുടെ അക്കൗണ്ടിൽ തന്നെ വേജസ് വരെയാണ്, വേജസ് ബോണസ് എല്ലാം അവരുടെ അക്കൗണ്ടിൽ വരെയാണ്. ആ ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ട്. കാരണം ഒരു മാസം 150 മീറ്റർ നെയ്യാണെങ്കിൽ അവർ വേജസിന് പുറമെ 4000 രൂപ ഇൻസെൻറ്റീവ് കൊടുക്കുന്നു. അത് ഒരു 3 മാസത്തിലൊരിക്കൽ, അത് 4 മാസം 4000 രൂപ 150 മീറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നെയ്ത്തുകാരെ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ വിട്ടുപോയ ആൾക്കാർ പലരും വീണ്ടും ഇതിലോട്ട് വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ അതിൽ കൂടെയുള്ള ചെറിയൊരു കൊച്ചു വരുമാനങ്ങൾ കൂടെ കൊണ്ടും നമുക്ക് ഈ പരമ്പരാഗത നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ ഉപജീവന മാർഗം നേരത്തെ ഉള്ളത് അതായിരുന്നു. അപ്പോൾ പരമ്പരാഗതത്തിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിനുവേണ്ടി ഇപ്പോൾ ഈ ഓണക്കാലങ്ങളിലെല്ലാം അല്ലാതൊക്കെ, കാരണം ഈ യൂണിഫോം ആർക്കും അറിയില്ലല്ലോ. കസ്റ്റമേഴ്സിന് ആവശ്യം എന്ന് പറഞ്ഞാൽ മുണ്ട്, സാരി സെറ്റുമുണ്ട്, ഒറ്റമുണ്ട്. കേരളത്തിൽ നിൽക്കുമ്പോൾ അതാണ് ഞാൻ ആ മറ്റേ ലൂമിൽ നെയ്തവരെല്ലാം ഇതിലോട്ട് വരാൻ പറഞ്ഞത്. അവർ ഇറങ്ങിയിരുന്ന അത് എടുക്കാനും കഴിഞ്ഞു അല്ലേ, ആ ഡിസൈൻ എടുക്കുമ്പോൾ. അതെ, അപ്പോൾ കയ്യിൽ ഒറ്റമുണ്ട്, സിംഗിൾ മുണ്ട് വൈറ്റ്, പിന്നെ അതുപോലെ കാവ്യമുണ്ട്, ഈ ജക്കാർഡ് സാരി, ഡബിൾ വേസ്റ്റ്. ജക്കാർഡ് സാരി കണ്ടായിരുന്നല്ലോ, ഡബിൾ കളർ സാരികളാണ്. ഡബിൾ വേസ്റ്റ്, അതുപോലെ ബെഡ്ഷീറ്റ്, പിന്നെ ഈ മാത്ത് മേറ്റ്,
ഡോർമേറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ലൂമുണ്ട്, പക്ഷേ ഇപ്പോൾ ചെയ്യാനുള്ള സാഹചര്യം ആയതുകൊണ്ട് പറ്റുന്നില്ല, പിന്നീട് ചെയ്യും. അതുപോലെ ഹണികോം ടവല് നല്ലൊരു പ്രോഡക്റ്റാണ്. ഹണികോം ടവല് ഈ തേനീച്ചര അറവുള്ള അത് നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അത് ചെയ്യാൻ ആളില്ല, ഒരു വയസ്സായ അമ്മച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ചെയ്യുന്നില്ല, ഇപ്പോൾ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ ലൂം അങ്ങനെ കിടക്കുകയാണ്. ആരെയും അത് ട്രെയിൻ കൊടുത്ത് ചെയ്തെടുക്കണം. അങ്ങനെ ഓണത്തിന് വേണ്ടി നമ്മളിതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡ് ആക്ഷനും അതുപോലെ ടർക്കി ടവല് അത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഒരു ഓർഡറാണ്. ടർക്കി ടവൽ എന്ന് പറയും, ഹാൻഡ് ആക്സ് മുഖേന VIP ടവല്. അപ്പോൾ അത് ഹാൻഡ് ആക്ഷന് ഇപ്പോൾ തന്നെ 1000-1200 കൊടുത്തു കഴിഞ്ഞു. ഹാൻഡ് വീവ് അവർക്ക് ഇതെടുക്കും. ഹാൻഡ് വീവിന് മുണ്ടും സാരിയൊക്കെ അവർ എടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ പേയ്മെൻറ്റ് കിട്ടാനാണ് നമുക്ക് ബുദ്ധിമുട്ട്, കാശുള്ള സമയത്തിന് കിട്ടില്ല. ഇപ്പോൾ ഹാൻഡ് വീവ് വേറെ ഇപ്പം ഒരു ദിവസം തരുന്നുണ്ട്, ഹാൻഡ് ആക്സ് കൊടുത്താൽ കിട്ടില്ല, സമയത്തിന് കിട്ടുന്നില്ല. ഇപ്പം തന്നെ ലക്ഷങ്ങൾ ഒരുപാട് കിട്ടാനുള്ളടത്ത് ഇപ്പോൾ തന്നത് ഒരു 39,000 രൂപയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, അവർക്ക് വേജസ് കൊടുക്കണം, ഇതുകൊണ്ടല്ലേ അവർ ജീവിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷിച്ചാണ് അവർ വരുന്നത്, നമ്മുടെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ നിലനിർത്തി കൊണ്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ സാമ്പത്തികമാണ് മെയിനായിട്ടുള്ളൊരു ഘടകം. അപ്പോൾ അത് പോയിട്ട് നമ്മുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ വില കൂടുതലാണ്. നമ്മൾ സാറിന് ഉപയോഗിക്കുന്ന കൈത്തറി ആണെങ്കിൽ അതിന് നല്ല വില കൊടുക്കണം. പവർലൂം ആണെങ്കിൽ ഇതിന് തുച്ഛമായ വില കൊടുത്താൽ മില്ലിൽ ഈ മെഷീനിലടിക്കുന്നത്. തമിഴ്നാട്ടിന് മറ്റേ സ്റ്റേറ്റുകളിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഓണത്തിന് തന്നെ നിറയെ വന്നിട്ടുണ്ട് എല്ലാ മാർക്കറ്റിലും. നമ്മൾ ബാലരാമപുരത്ത് എന്ന് കഴിഞ്ഞാൽ ആ തെരുവിനകത്ത് കൈത്തറി ബാലരാമ കൈത്തറി എന്ന് പറഞ്ഞാണ് പിന്നെ ആൾക്കാർ പ്രതീക്ഷിച്ച് വരുന്നത്. 2 സൈഡിലുള്ളത് ഒരു 95% മെഷീനിൽ വരുന്നതാണ്. നമ്മുടെ ഒരു മുണ്ടിന് 750 രൂപ വില വരണമെങ്കിൽ അതിനൊരു 150 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ അവിടെ പക്ഷേ അതിന്റെ പിന്നെ ത്രെഡിന്റെ ക്വാളിറ്റി വ്യത്യാസമാണ്. നീളം കാണില്ല, വീതി കാണില്ല. നമ്മൾ ഒരിക്കൽ അത് വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് കൊണ്ടുകൾ ചുരുങ്ങി അത് നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റാതായി. ഇപ്പോൾ നമുക്കൊരു ഒരു ബാധ്യതയായി മാറും. അപ്പോൾ എടുത്ത് കളയും. അപ്പോൾ ആ നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി തീർന്നു. അതാണ് പവർലൂമിൻ്റെ വ്യത്യാസം. അത് സാരി ആയിരുന്നാലും അതാണ്. സാരി മാർക്കറ്റിൽ സാരി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഡിസൈനൊക്കെ ഇല്ലേ, അത് കണ്ട് ആകർഷിച്ച് വാങ്ങിക്കാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. അല്ല, ഇത് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ തൊഴിലാളികൾക്ക് ഒരു ജോലിയാവുന്നു, അതോടൊപ്പം അവർക്ക് ഒരു വരുമാനം കിട്ടുന്നു. പിന്നെ സർക്കാർ അല്ലെങ്കിൽ ഹാൻഡെക്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മതിയായ വേതനം ഉറപ്പാക്കുക. ആ രീതിയിൽ ഇപ്പോൾ പലപ്പോഴും സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് ഉറപ്പാക്കുക, അവരുടെ വേജസ് ഉറപ്പാക്കുക, അവർ കൃത്യമായി ശമ്പളം കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ചെയ്യുക. ഇതൊക്കെ എപ്പോഴും ഒരു സംവിധാനം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് എന്നൊരു വിമർശനവും കൂടി ഞാൻ ഈ ഒരു ഇത് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ പരമ്പരാഗത വ്യവസായം കൈത്തറി എന്ന് പറയുമ്പോൾ കൈകൊണ്ടുള്ള ആണല്ലോ. ഇത് ഇപ്പോൾ ഇരിക്കുന്ന തലമുറകളേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് പിള്ളേർക്ക് യുവതലമുറകൾക്ക് നമ്മൾ കുറച്ച് ഇതിലേക്ക് പറഞ്ഞെങ്കിൽ തന്നെ എന്തെങ്കിലും അവർക്ക് ഉണ്ടാവണം. അല്ല, വരില്ല. അവർ പിന്നെ അത്രയും അവർക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ. അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഇപ്പം വയസ്സായ ആൾക്കാരാണ് അത്രയും ഇരിക്കുന്നത് അവിടെ, കണ്ടല്ല അത്രയും. കാരണം അവർക്ക് എന്താ പറയുക, വേറെ വീട്ടിൽ വേറെ ജീവിതമാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് വരുന്നത്. മറ്റേ എന്തെങ്കിലുമൊക്കെ പിന്നെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ സംരക്ഷിക്കാനുണ്ടെങ്കിൽ അവർ ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ കൂടുതലിരിക്കുന്ന ആൾക്കാർ അത്രയും അതാണ്. അപ്പോൾ അവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കൈത്തറി നമുക്കൊരു സ്വപ്നമായിട്ടേ മാറാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ 4-5 വർഷം കൂടി 5-6 വർഷം കൂടി കൈത്തറി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ കാണുന്നതൊക്കെ ഇനി എത്ര വർഷം പോകുമെന്ന് അറിയാൻ കഴിയില്ല. അതെ, അങ്ങനെ ഒരു ആശങ്ക കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് പങ്കുവെക്കാറുണ്ട്. കാര്യം ഒരുപാട് പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ് ഇവിടെ ഈ മേഖലയിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഈ പറയുന്ന പോലെ ഇനി ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം വ്യവസായം എന്ന് നമ്മൾ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണ് ബാലരാമപുരം കൈത്തറി. ആ കൈത്തറി വ്യവസായം തന്നെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനിയും ഇതിനെ ജീവിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഓരോ പൗരൻ്റെയും ഓരോ കേരളക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കൈത്തറിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ തൊഴിലാളികളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക. നമ്മൾ കണ്ടതാണ് കുറച്ച് മുമ്പ് അവർ ചെയ്യുന്ന ജോലി എത്രത്തോളം ആയാസകരമാണ് എന്നുള്ളത്. 2 കൈയും 2 കാലും കണ്ണും മനസ്സും എല്ലാം ഒരേപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു കൂടും പാവും അവർക്ക് നെയ്തെടുക്കാൻ കഴിയൂ. ഇക്കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. അല്ല, എങ്ങനെയുണ്ട്? വളരെ നല്ല കണ്ടോണ്ടിരുന്നപ്പോ എനിക്കോട് ചേച്ചി ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് നടന്ന് ചെയ്യുന്നതായിട്ട് തോന്നി. നല്ല എക്സസൈസ് ഉണ്ട് കേട്ടോ. നമ്മള് നിന്ന് കാര്യം ചോദിക്കുന്ന പോലെയല്ല. ഇത് മാത്രമല്ല, ഇവിടെ മാത്രം തീരുന്നില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യും കൂടെ ചെയ്യണം. ഓ, ഇത് ടൈറ്റും കൂടെ ചെയ്യണല്ലേ? അപ്പൊ മൊത്തം പ്രവർത്തിക്കണം. 2 കൈയും, അതായത് 2 കൈ 2 കാല്. അത് മാത്രം 2 കൈയും 2 കാലും 2 കണ്ണും
ഇനിയിപ്പോ എന്തായിരുന്നാലും എനിക്ക് അതെ, അല്ലേട്ടൻ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ക്യാമറ അല്ലേട്ടൻ ഒരു കമന്റ് ഉണ്ട്, ബുദ്ധിയും കൂടെ ഉണ്ട്. അത് പിന്നെ ആർക്കും ഇല്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലേട്ടൻ ഇങ്ങനെ പറയാം. അല്ല, ഇതിന് ശരിക്കും പറയാം, നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് നമ്മൾ കൂടി വന്നാൽ നമ്മൾ ദിവസം 1-2 മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നത്. ഇത് ഫുൾ ടൈം അവർ രാവിലെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്നവരെ ഇതേ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർ കയ്യും കാലും മാത്രം പറഞ്ഞാൽ പോരാ, കണ്ണ് പോലും ഇതില് നമ്മൾ അറിയണം ഓരോന്ന് എങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് അറ്റം വരെ നമ്മൾ നോക്കണം ഓരോ ടൈമിനും. ഇത് വെറുതെ ഇതിന്റെ ഓരോ കളറിൽ ഞാൻ നേരത്തെ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അടുപ്പം പോലും ഇതിന്റെ ഒരു അളവ് പോലും വളരെ കറക്റ്റായിട്ട് അത്ര കണ്ണളവ് വരെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അതൊരു വലിയ പറയേണ്ട കാര്യം തന്നെ. കാരണം ഒരിക്കലും ഇത് അളന്ന് ചെയ്യുന്ന ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞ നമ്മൾ ഒരു സ്കെയിൽ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇത്ര കാര്യമായി ചെയ്യുന്ന ഒരു ജോലിയാണ്. നമ്മളാരും ഇതിനെ നിന്ദിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഇതിന് അർഹിക്കുന്ന ഒരു ബഹുമാനം കൊടുക്കണം. നമ്മൾ ഓരോ വസ്ത്രത്തിന് പോലും നമ്മൾ ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെ കാണണം. ഒരു വലിയ അധ്വാനത്തിൻ്റെ വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടം തന്നെ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമെന്ന് കരുതുന്ന തുണികൾ. നമ്മൾ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു മെഷീനിലുള്ള ഒരുപാട് തുണികൾ എടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നുമല്ല, ഇതാണ് യഥാർത്ഥ. അതെ, ഇത് തന്നെയാണ്. ഇവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതും. കാരണം അവർ അത്രത്തോളം എഫേർട്ട് അതിൽ ഇടുന്നുണ്ട് ഓരോ തുണിയിലും. ഓരോ തൊഴിലാളികളും ഇതുപോലെ ഈ ഒരു യൂണിറ്റ് മാത്രമല്ല, ഒരുപാട് യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ബാലരാമപുരം കൈത്തറി എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു തുക അവരുടെ ചെലവിന് വേണ്ട തുക കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഒരു വ്യവസായത്തെ കൂടുതൽ വലുതാക്കും. അതിനുവേണ്ടി നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ഈ ഓണക്കാലത്ത് പറയാനുള്ളത്. നമ്മളെല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തുണിത്തരങ്ങളല്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യം. നമ്മൾ ഇതിലേക്ക് മടങ്ങി വരിക. അപ്പോൾ എന്ത് തോന്നുന്നു എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ചേട്ടൻ നേരത്തെ ചോദിച്ചു എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ എനിക്കോട് കഴിഞ്ഞ ഓണം വരയ്ക്കും ഞാനൊരു സെറ്റ് എടുക്കണമെങ്കിൽ ഒരു കടയിൽ പോയി ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു 10 എണ്ണം എടുത്തിട്ട് ഇതെനിക്ക് വേണ്ട, കളർ വേണ്ട. പക്ഷെ അതിന് പിന്നിൽ ഇത്ര ഒരു എഫേർട്ട് ഉണ്ടെന്നുള്ള ഞാൻ ഈ ഒരു മിഷൻ ഇല്ലാതെ 2 കൈയും കാലും കണ്ണും സൊസൈറ്റിയിലെ സെക്രട്ടറി പറഞ്ഞ കേട്ടില്ലേ, ഇത്രയധികം ജോലി ചെയ്യുന്ന ഒരേ സമയം ഇടയ്ക്ക് കയറി ഇരുന്ന് അത് ഭയങ്കര എഫേർട്ടാണ് കേട്ടോ. നമ്മളത് ഞാനാക്കിയിട്ട് അത് അങ്ങോട്ട് പോലും അനങ്ങുന്ന പോലും ഇല്ല. പക്ഷെ ചേച്ചിമാരൊക്കെ അപ്പൊ എന്തുമാത്രം എഫേർട്ട് ഇട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. അതും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എടുക്കുന്ന ഒരു ഓഫീസ് ടൈം തന്നെയാണ് അവർക്കുള്ളത്. അവർ എത്രയോ ശ്രമിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ നേരത്തെ നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട് ഇത് ഭയങ്കര സംഭവമാണ്, ഇത് മെഷീനിലല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് പുതിയൊരു അറിവാണല്ലോ ചേട്ടൻ പറഞ്ഞല്ലോ, ഓണത്തിന് നല്ലൊരു സ്ഥലമാണെന്നും കൂടെ പറഞ്ഞല്ലോ. പുതിയൊരു അറിവാണ്, ഓണത്തിന് കിട്ടിയൊരു അറിവാണ്. ഇതുപോലെ നിരവധി മേഖലകൾ, തൊഴിൽ മേഖലകൾ നമ്മളുടെ ഈ കൈത്തറിയായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക്
ഒരുപാട്. അല്ല ഞങ്ങൾ സ്ത്രീകളുടെ സാരി മാത്രം പറയാൻ പറ്റില്ല, നിങ്ങളെ ഷർട്ടിന് അതുകൊണ്ട് പക്ഷെ അതിൽ ഒരു ഇഴയും പറഞ്ഞു കേട്ടോ, 3480 ഇഴകൾ നൂലുകളാണ് ഓരോന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഷർട്ടിന്. അപ്പൊ എത്രത്തോളം നിങ്ങൾ ഷർട്ട് സെലക്ട് ചെയ്യുമ്പോഴും അത് ചിന്തിക്കാം. അത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ചിന്തിച്ച് തുടങ്ങാൻ പോവാണ്. ഓരോ മലയാളികളും നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി ചിന്തിക്കണം. ചിന്തിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് നമ്മുടെ കൈത്തറി മേഖലയെ പുനരുജ്ജീവിപ്പിക്കണം. നമ്മളുടെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളാണിത്. ഒരിക്കലും നശിച്ചു പോകാതെ അതിനെ കാത്തു പിടിക്കേണ്ട, കാത്തു സംരക്ഷിക്കേണ്ട ഓണക്കോടി എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തായാലും ഒരു ഉൽപ്പന്നമെങ്കിലും കൈത്തറിയുടെ അത് ഉറപ്പായിട്ട് നമ്മൾ അത്രത്തോളം എഫേർട്ടാണ് എടുക്കുന്നത്. അത് ഉറപ്പായിട്ട് ഈ ഓണത്തിന് ഞാൻ എന്തായാലും എടുക്കും. ചേട്ടൻ എടുക്കും? ഞാനും എടുക്കും. എന്തായാലും ഒരു മുണ്ടെങ്കിലും ഞാൻ വാങ്ങിയിരിക്കും. ഉറപ്പായിട്ട് ഞാനും എടുക്കുന്നതായിരിക്കും എന്തായിരുന്നാലും. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം നേർന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് അതാണ് ഞങ്ങൾ ഇന്ന് ഈ കാണിച്ച നിങ്ങൾക്കുള്ള ഓണ സമ്മാനവും കൂടെ ആയിരിക്കും. നന്ദി.